അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളുടെ ഫോർട്ട് കൊച്ചി ബീച്ചാണ്. ഫോർട്ട് കൊച്ചി ബീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സമയമാണിപ്പോൾ. പക്ഷെ വരുന്നവരുടെ ഒരു വിചാരം, കഴിഞ്ഞ വർഷം വന്നവർ, അതിന് മുമ്പത്തെ വർഷം വന്നവരൊക്കെ വിചാരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് നല്ല നല്ല വികസനങ്ങൾ വന്നിട്ടുണ്ടാവും എന്നുള്ള ചിന്തയുണ്ടാവും. പക്ഷെ ഒന്നുമില്ല. ഇപ്പോഴും പഴയ പോലെ തന്നെ നശിഞ്ഞ് കിടക്കണേണ്. അതിനേക്കാളും കൂടുതൽ നശിഞ്ഞിട്ടേ ഉള്ളൂ. ബാത്റൂമൊക്കെ ഇപ്പോഴും ചീഞ്ഞളഞ്ഞ് മണമായിട്ട് കിടക്കണേണ്. ഈ ബാത്റൂമിൽ 10-12 വാഷ്റൂംസ് ഉണ്ട്. പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കര ചീഞ്ഞളിഞ്ഞ് കിടക്കണേണ്. ഇവിടെ വന്ന് ലേഡീസ് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാൻ യാതൊരു സൗകര്യമില്ല. പിന്നെ കടൽ കയറി നശിഞ്ഞ തീരമാണ് ഈ കാണുന്നത്. ഇവിടെ കംപ്ലീറ്റ് മണ്ണും ഇവിടെ ഉണ്ടായ ടൈലും കാര്യങ്ങളൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാം ആഴ്ചയിൽ 2 ദിവസം വരുന്നതാണ്. നമ്മൾ നവംബർ തൊട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇവർ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത്, എന്തെങ്കിലും ചെയ്യും, ഇളകിയ ടൈലൊക്കെ മാറ്റി റെഡിയാക്കും. ഒന്നും ചെയ്തിട്ടില്ല. നശിഞ്ഞ് നാറാണക്കലെടുത്ത് നടക്കണേ. ഗവൺമെൻറ്റിനോ കൊച്ചിൻ കോർപ്പറേഷനോ ആരോടെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ അവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്തം ഇല്ല. അവരൊന്നും ഫോർട്ട് കൊച്ചിയിൽ ചെയ്തിട്ടില്ല. പണ്ട് ബ്രിട്ടീഷുകാർ വെച്ച ബിൽഡിങ്ങുകളും മരങ്ങളും അവർ ചെയ്ത ഫോർട്ടും ഇതേ ഉള്ളൂ ഇപ്പോഴും ഇവിടെ കാണാനായിട്ട്. അതിൽ കൂടുതൽ നമ്മളുടെ ഭരണാധികാരികളുടെ കയ്യിൽ നിന്നും വന്ന ഒരു സംഭാവന പോലും ഫോർട്ട് കൊച്ചിയിലില്ല. എന്താണ് ഇവർ ഇങ്ങനെ അവഗണിക്കണമെന്ന് അറിയില്ല. കാരണം ഗോവ, വർക്കല കഴിഞ്ഞാൽ പിന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. നല്ല വൈബാണ് സത്യം പറഞ്ഞ. ഇവിടെ ഈ വൈബിന് വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. പക്ഷേ ആൾക്കാർ ഇവിടെ തേടിയിരിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് മാലിന്യങ്ങളും വന്ന ആൾക്കാരുണ്ട്. ഈ സ്ലാബൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടെ പാമ്പിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ പാമ്പ് പെരുകി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ പായൽ അടിഞ്ഞു കൂടുന്നുണ്ട്. അവർ പായലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. രാവിലെ വന്ന ആൾക്കാർ പായലും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നവരും ശ്രദ്ധിക്കണം. ഇവിടെ വരുന്നവർ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മറ്റേ ചോളത്തിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഈ കല്ലിനിടയിലാണ് അവർ വലിച്ചെറിയണത്. അപ്പോൾ എല്ലാ കടകളിലും അവർ ബേസ് ബിൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും അതിലിടുന്നില്ല. പകരം വലിച്ചെറിയണേ. നമ്മുടെ ആൾക്കാർ ഒരുപാട് നന്നാവാനുണ്ട്. കാരണം ഇത്രയും മനോഹരമായ ബീച്ച് ഗവൺമെൻറ്റോ അധികാരികളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വരുന്നവരെങ്കിലും ഒന്ന് വൃത്തിയും മെനക്കെങ്കിലും ഇടാമെന്ന് ശ്രദ്ധിക്കണം. അത്രയും മോശാവസ്ഥയിലാണ് ഈ കിടക്കണം. തല്ലിപ്പൊളിഞ്ഞ് കിടക്കണ ആയാലമ്പാണ് ഫോട്ടോ വെച്ച് സത്യം പറഞ്ഞാൽ. എന്ത് സൂപ്പറാക്കാന്നറിയോ. പണി അറിയാൻ പാടില്ല. നല്ല ആമ്പിളരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നല്ല മനോഹരമാക്കി തരും ഈ ബീച്ച്. ഇവിടെയൊക്കെ പണ്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ ആകെ വൃത്തികേടായി കിടക്കണേ. പട്ടി പറ്റും, അങ്ങനെ വേസ്റ്റും അലമ്പാണ് ഇവിടെ. പാമ്പൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ ഇവിടെ. പണ്ടൊക്കെ ഇവിടെ ഓരോ ഇതുപോലെ സ്ഥലങ്ങളിൽ എല്ലാവരും വന്ന് ഇരിക്കുമായിരുന്നു. അത്രയും ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഇതൊക്കെ നശിഞ്ഞു കിടക്കണം. ഇതൊന്നും ശരിയാക്കാനായിട്ട് ആർക്കും ഉത്തരവാദിത്തമില്ല. പിന്നെ കമ്പോല സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഭയങ്കര മെനകെടാൻ, ഒരുപാട് ഭയങ്കര മെനകെട്ട ഒരു ബീച്ചായി മാറിയേക്കണേ. എന്നാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് കയ്യും കണക്കില്ല. അമ്മാതിരി തിരക്കാണ് ഇവിടെ വരുന്നത് തന്നെ എന്താണെന്ന് അറിയാമല്ലോ. ഇവിടെ ഇത് അഴിമുഖത്തൂടെ പാസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഷിപ്പുകൾ, വലിയ വലിയ ഷിപ്പുകളൊക്കെ കാണാൻ ഒരു ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. ഭയങ്കര വൈബാണ്. പക്ഷേ ഒരു രീതിയിലുള്ള വികസനവും ഇല്ലാത്തൊരു സ്ഥലമായി മാറി ഫോർട്ട് കൊച്ചി. പഴയ ബിൽഡിങ്ങുകളും പഴയ ഹോട്ടൽസൊക്കെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാതെ ഇവിടെ ബാക്കിയൊരു കാര്യത്തിന് ഒരു വികസനമില്ല, ഒരു ചുക്കും ഇല്ല ഇവിടെ. Falls across my face, but I still dream of your warm embrace. അപ്പോൾ ഇത് ഷാനുവിൻ്റെ ചായക്കടയാണ്. ഇവിടെ എല്ലാ ദിവസവും നല്ല തിരക്കുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാവരും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഭംഗി നൈറ്റ് ഉണ്ട്, പകൽ ചെറിയാണ്. അത്രേ ഉള്ളൂ.